അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷനവറുകളെ, വേദിയിലുള്ള സയ്യിദ് സൈനുൽ ആബിദീൻ അടക്കമുള്ള തങ്ങൾ അടക്കമുള്ള മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ മഹൽ വ്യക്തിത്വങ്ങളെ, നല്ലവരായ SKSFിൻ്റെ വിജിലൻ വിഖായ വളണ്ടിയർമാരെ, മറ്റ് സഹോദരന്മാരെ, നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹമരായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാൽ ഉദ്ദേശങ്ങളും അള്ളാഹു നിരന്തരം ചെയ്യട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മേവരെയും അള്ളാഹുദെ പോലെ ഒരുമിച്ച് കൂടുകയും ചെയ്യട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ സന്തോഷമുള്ള അനുഗ്രഹീത ചടങ്ങിലാണ് നാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട കർണാടക SKSF വിജിലൻ വിഖായ അവരുടെ എജു സമ്മിറ്റ് മീറ്റിലാണ് നാം ഒരുമിച്ച് കൂടിയത്. സമസ്തയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ ചരിത്ര സംഭവമായി മാറാൻ പോകുന്ന സമ്മേളനത്തിന് മുന്നോടിയായിക്കൊണ്ട് മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാവുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് കാലമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ സന്ദേശങ്ങൾ സമുദായത്തിൻ്റെ എല്ലാ മേഖലയിലും എത്തിക്കുന്നതിന് വേണ്ടി വളരെ മഹത്തായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്നുള്ളത്. കേരളത്തിൽ തുടങ്ങി അതിൻ്റെ പ്രവർത്തനങ്ങൾ ദക്ഷിണ കന്നഡയിലും ഇന്ന് മറ്റ് ദേശീയ തലത്തിലേക്കൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅയുടെ സന്ദേശങ്ങളാണ് ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹത്തായ ആദർശ പ്രസ്ഥാനം ഇവിടെ വിഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അടിയുറച്ചു നിൽക്കാനും പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. സമസ്തയുടെ ആശയാദർശങ്ങൾ വളർന്നൊരു വിദ്യാർത്ഥി യുവജന സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് 3.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ എന്ന മഹത്തായ ആദർശ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. വിജ്ഞാനം, വിനയം, സേവനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉദയം ചെയ്ത ഈ മഹിതമായ പ്രസ്ഥാനം നാം ഏറ്റെടുത്തിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അത് അനർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ സമൂഹത്തോട് പറയാൻ സാധിക്കും. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, ജീവാരുണ്യ, സേവന, തൊഴിൽ മേഖലയിലും വ്യാപാരരംഗത്തുമൊക്കെ തന്നെ തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളുമായിക്കൊണ്ടാണ് SKSF 3.5 പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, നാം ഏറ്റെടുത്തിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അത് സമുദായത്തിന് വളരെ അനുഗ്രഹീതമായിരുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കാലയളവിൽ സമുദായം നേടിയെടുത്തുള്ള അഭിമാനകരമായ അസ്തിത്വത്തിൻ്റെ പിന്നിൽ ആ വളർച്ചയുടെയൊക്കെ തന്നെ കാരണമായി നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത്, വ്യാപാരരംഗത്ത്, സാമൂഹ്യ രംഗത്തൊക്കെ തന്നെ വലിയ മുന്നേറ്റങ്ങൾ ഈ കാലയളവിൽ സമുദായത്തിന് വേണ്ടി നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു ഉപഹാരമായി സമസ്തയുടെ SKSFിൻ്റെ സിൽവർ ജൂബിലിയുടെ ഉപഹാരമായി തൃശ്ശൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ 25,000 വരുന്ന വിഖായ വളണ്ടിയർമാരെ സമൂഹത്തിന് സമർപ്പിക്കുകയും അവരുടെ സേവന പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും തന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവിടെയുള്ള ജനങ്ങളും ഗവൺമെൻറ്റൊക്കെ തന്നെ അംഗീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. വിഖായയുടെ പ്രവർത്തനം നമുക്കറിയാം. സ്വയം സമർപ്പിത മനസ്സോടുകൂടി സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹത്തെ സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു. നാം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി തന്നെ
നടത്താനും സാധിച്ചു. അൽഹംദുലില്ലാ എന്ന് നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കും. കഴിഞ്ഞ കോവിഡ് പശ്ചാത്തലത്തിലും പ്രളയ സന്ദർഭങ്ങളിലൊക്കെ തന്നെ വിഖായ വണ്ടിയന്മാർ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. ഈ വിഖായ വണ്ടിയന്മാരെ വെറും ഒരു സമർപ്പിക്കുക മാത്രമായിരുന്നില്ല SKSF ചെയ്തത്. അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകി 1000-ലധികം വിഖായ വണ്ടിയന്മാർക്ക് അവരെ സജ്ജമാക്കിക്കൊണ്ടുള്ള അത്തരത്തിലുള്ള വിഖായെ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3.5 പതിറ്റാണ്ടിലേക്ക് പിന്നിടുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു ഉപഹാരമായിക്കൊണ്ട് 35,000-ഓളം വരുന്ന വിജിലൻറ്റ് വിഖായ കൂടി സമൂഹത്തിന് സമർപ്പിക്കുന്ന സദസ്സ് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 4-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന ഐതിഹാസികമായ സമ്മേളനത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുകൂടിയാണ് ഇവിടെ കർണാടക SKSFിൻ്റെ ആഭിമുഖ്യത്തിലായി വിജിലൻറ്റ് വിഖായമാരുടെ സമർപ്പണം ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം നമ്മുടെ സമസ്തയുടെ 100-ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഇത്തരത്തിൽ സമർപ്പിത മനസ്സോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും അനുഗ്രഹീതമാണ്. SKSFിൻ്റെ വിഖായ വണ്ടിയന്മാരുടെ സേവനങ്ങൾ നമുക്കറിയാം. ഏതെങ്കിലും പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ല ഈ ഇത്തരത്തിലുള്ള വിഖായയുടെ ആത്മാർത്ഥമായ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള ആ പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ട് ഇത് ലഭിക്കുന്ന ആളുകളുടെ ആ പ്രാർത്ഥനകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്വയം സമർപ്പിത മനസ്സോടുകൂടി വിഖായയുടെ വണ്ടിയന്മാർ സേവനം ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതാണ് നമുക്ക് എവിടെയും കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഏറ്റെടുത്തുള്ള ഉത്തരവാദിത്വം വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനം നൽകി എങ്ങനെ സേവന പ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെടാൻ കഴിയുമെന്നുള്ള ആ ലക്ഷ്യവും ആ മാർഗവും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല സേവന പ്രവർത്തകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവരൊക്കെ തന്നെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞാൽ പിന്നീട് അവിടെ പ്രവർത്തനം കാണാൻ കഴിയുന്നില്ല. എന്നാൽ വിഖായയുടെ വളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ ഏറ്റെടുത്തുള്ള ഉത്തരവാദിത്വം അതവർ പൂർണ്ണമായി നിർവഹിച്ചതിന് ശേഷം മാത്രമാണ് അവർ മറ്റു കാര്യങ്ങളിലേക്ക് നടക്കാറുള്ളൂ. അത്തരത്തിൽ ആത്മാർത്ഥമായി സമർപ്പിത മനസ്സോടുകൂടി ഇതൊരു സേവനമാണ്, അള്ളാഹുവിൽ തനിക്ക് പ്രതിഫലം ലഭിക്കണമെന്നുള്ള അപൂർണമായ വിശ്വാസത്തോടു കൂടിയാണ് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ തന്നെ ആ രീതിയിൽ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം അത് വെറും ഒരു കോട്ട് ലഭിക്കുക എന്ന് മാത്രമാവാതെ അത് ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിൽ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കാനും ഇടപെടാനൊക്കെ തന്നെ നിങ്ങൾ മുൻനിരയിലുണ്ടാവണമെന്ന് മാത്രമാണ് സാന്ദർഭികമായി ഉണർത്താറുള്ളത്. ഇതൊക്കെ തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ കോവിഡ് പശ്ചാത്തലത്തിൽ സ്വന്തക്കാർ പോലും അവരുടെ ആളുകളെ മരണപ്പെട്ടപ്പോൾ അവർ മറപ്പെടാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന, അതിന് വരാൻ മടിച്ചിരുന്ന ആ സന്ദർഭത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി അതെല്ലാം തന്നെ ഏറ്റെടുത്തുകൊണ്ട് സമർപ്പിത മനസ്സോടുകൂടി പ്രവർത്തിച്ചവരാണ് വിഖായ വളണ്ടിയർമാർ. ആ രീതിയിൽ ആത്മാർത്ഥമായ സമർപ്പിത മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. അത്തരത്തിൽ അത്തരത്തിലൊരു വിഭാഗത്തെ സമൂഹത്തിൽ സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് SKSFിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അഭിമാനകരമായ നിമിഷങ്ങളാണ്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വന്നിട്ടുള്ള നിങ്ങളൊക്കെ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ ഇരുലോകത്തും പ്രതിഫലാർഹമായ പ്രവർത്തനമായി കാണാൻ അതിന് പ്രതിഫലം ലഭിക്കാനും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. മരണവരെ ദീനിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനെല്ലാം അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ വിഖായ വിജയന്മാരുടെ ഈ എജു സമിറ്റ് ഇവിടെ പ്രാവർത്തികമാക്കാൻ വേണ്ടി ഓടി നടന്ന ഇവിടുത്തെ കർണാടക SKSFിൻ്റെ പ്രവർത്തകന്മാർ, ദേശീയ SKSFിൻ്റെ നേതാക്കന്മാർ, അവർക്കെല്ലാം തന്നെ അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇതിനുവേണ്ടി നിങ്ങളുടെ പ്രവർത്തനത്തിന് വേണ്ടിയൊക്കെ തന്നെ സാമ്പത്തികമായി സഹകരിച്ച നിരവധി സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ ഉണ്ട്. ഇന്നത്തെ പരിപാടി ഭക്ഷണം നൽകാൻ വേണ്ടി സഹായിച്ചവരുണ്ട്. അവർക്കെല്ലാം തന്നെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ജോലിയിലും കച്ചവടത്തിലും കുടുംബത്തിലും അള്ളാഹു റാഹത്തും ബർക്കത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും അള്ളാഹു മാഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റട്ടെ. അവരെയും നമ്മയും അള്ളാഹു ജന്നാത്തിൽ ഫിർദൗസിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നിരവധി രോഗികളുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, മാരക രോഗങ്ങൾ മാറാൻ പിടിപെട്ട ആളുകൾ, അവർക്കെല്ലാം തന്നെ പൂർണ്ണമായ ഷിഫയും സലാമത്തും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ.
നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അത് നടത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാരക രോഗങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏജു സമിറ്റിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനം കൊണ്ട് നിർവഹിക്കുന്നു. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.